പുൽകാം. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര, പ്രിയനേ തേടിയ യാത്ര, ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ, ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, ആശാകിരണം പോൽ നീ പകർന്നേകിയ വിശ്വാസദീപം തെളിച്ചും, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാമമന്ത്രം ജപിച്ചും നീങ്ങുന്നു നിന്നാട്ടിലെത്തിയിടുവോളം, നിന്നാട്ടിലെത്തിയിടുവോളം. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര, പ്രിയനേ തേടിയ യാത്ര, ഒരു നാളും പിരിയാതെ കൊതി തീരുവോളം ഒന്നായി വാഴുവാൻ ആശ, ഒന്നായി വാഴുവാൻ ആശ. പ്രിയ നാട്ടിലേക്കുള്ള യാത്ര. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 52-ാം വാക്യം. കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എൻ്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു, എൻ്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു. വെള്ളം എൻ്റെ തലയ്ക്കുമീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചിരിക്കുന്നു. കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം യിരെമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകമാണ്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ യിരെമ്യാ പ്രവാചകൻ അതിവേദനയോടെ കരയുന്ന ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ ചാലിച്ച് എഴുതിയ വാക്കുകളുടെ ആരവാരമാണ് വേദനയുടെ കണ്ണീരിൽ കുതിർന്ന് നമുക്ക് ലഭിക്കുന്നത്. വിലാപങ്ങളുടെ പുസ്തകം കരച്ചിലിൻ്റെ പുസ്തകമാണ്. യിരെമ്യാ പ്രവാചകൻ കരയുകയാണ്. യിരെമ്യാ പ്രവാചകൻ പറയുന്നു, ഇത് അനേകർ ഒരു പക്ഷിയെപ്പോലെ എന്നെ വേട്ടയാടിയിരിക്കുന്നു എന്ന്. എൻ്റെ ശത്രുക്കൾ ഒരു പക്ഷിയെ വേട്ടയാടുന്നത് പോലെ എന്നെ വേട്ടയാടിയിരിക്കുന്നു എന്ന്. സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രവാചകന് തിന്മയുള്ളതുകൊണ്ടല്ല പ്രവാചകനെ ശത്രുക്കൾ വേട്ടയാടിയത്. ഒരു കാരണവും ഉണ്ടായിട്ടല്ല പ്രവാചകനെ അവർ വേട്ടയാടിയത്. പ്രവാചകൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാകപ്പിഴകൾ സംഭവിച്ചതുകൊണ്ടല്ല പ്രവാചകനെ ശത്രുക്കൾ വേട്ടയാടിയത്. ദൈവത്തിൻ്റെ വചനം പറയുവാൻ സ്വർഗത്തിലെ കാര്യാലോചനാ സഭയിൽ നിന്നുള്ള സ്വർഗീയ തിരുവചനങ്ങൾ നാവിന്മേൽ വരച്ചു കിട്ടിയ പ്രവാചകൻ ദൈവത്തിനായി തന്നെ സമർപ്പിച്ച് ജീവിതമാകെ ജീവനുള്ള ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവത്തിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവത്തിൻ്റെ തിരുമുഖ ദർശനത്താൽ പ്രശോഭിതനായി ഈ വേല ചെയ്ത പ്രവാചകന്
അനേകമനേകം ശത്രുക്കളുണ്ടായി. അനേകർ ഒരു കാരണവും കൂടാതെ പ്രവാചകനെ വേട്ടയാടി. പ്രവാചകൻ സങ്കടത്തോടെ പറയുകയാണ്, കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എൻ്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു, എൻ്റെ മേൽ കല്ലെറിഞ്ഞിരിക്കുന്നു. എന്നെ അവർ ബന്ധിച്ചു. അവർ എന്നെ കുണ്ടറയിലേക്ക്, കൽത്തുറുങ്കിലേക്ക് എന്നെ ബന്ധനസ്ഥനാക്കി അയച്ചു. മാത്രമല്ല, കുണ്ടറയുടെ ഇരുളിലേക്ക് എന്നെ തള്ളിയിട്ടു. എൻ്റെ മേൽ അവർ കല്ലുകൾ എറിഞ്ഞു. അസഹ്യമായ വേദന കൊണ്ട് പുളഞ്ഞ് വലഞ്ഞ് വിഷമിച്ച് ക്ലേശിച്ച് എൻ്റെ ദിനരാത്രങ്ങൾ ഞാൻ കഴിയേണ്ടി വന്നു. വെള്ളം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. തീർന്നല്ലോ എന്ന് ഞാൻ കരുതി. എല്ലാവരും എനിക്ക് ശത്രുക്കളായിരിക്കുന്നു. എന്നോട് അനുകൂലമായവരാരെയും കാണുന്നില്ല. ഒരു നല്ല വാക്ക് പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അമ്പരപ്പോടെ നോക്കി ചുറ്റുപാടും. ആരിൽ നിന്നും സഹതാപത്തിൻ്റെയോ സൗഹൃദത്തിൻ്റെയോ സൗമനസ്യത്തിൻ്റെയോ ഒരു നല്ല വാക്ക് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. വെള്ളം എൻ്റെ തലയ്ക്ക് മീതെ കവിഞ്ഞൊഴുകി ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. അത്യന്തം ഖിന്നനായി, അത്യന്തം ദുസ്സഹമായ വേദനയിൽ പുളഞ്ഞു വലഞ്ഞ് പ്രവാചകൻ ദൈവത്തോട് അപേക്ഷിച്ചു, യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചിരിക്കുന്നു. അതേ പോംവഴിയുള്ളൂ. എതിർപ്പുകൾ പെരുകുമ്പോൾ, പോരാട്ടങ്ങൾ വർദ്ധിക്കുമ്പോൾ, തെറ്റിദ്ധാരണകൾ തെറുത്തുയരുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുമ്പോൾ ഒരു ദൈവവൈതലിന് ചെയ്യുവാനുള്ള ഒരേ ഒരു കാര്യം അതാണ്. ജീവനുള്ള ദൈവത്തെ നോക്കി വിളിച്ചപേക്ഷിക്കുക, കരയുക. കരുണയുള്ള കർത്താവിൻ്റെ കൃപയുടെ സിംഹാസനത്തിന് മുൻപാകെ, അനുഗ്രഹത്തിൻ്റെ ശ്രീഭണ്ഡാരത്തിന് മുൻപാകെ, കൃപയുടെ കവാടത്തിനരികിൽ കരഞ്ഞുകൊണ്ട് വിലപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് യാചിച്ചുകൊണ്ട് നിലവിളിച്ച് ദൈവ കരുണയ്ക്കായി അപേക്ഷിക്കുക. പ്രവാചകൻ പറയുകയാണ്, യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചിരിക്കുന്നു. കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ചില ഏങ്ങലടികൾ ഉയരുന്നുണ്ടാകാം, ചില വിതമ്പലുകൾ അനുരണനം ചെയ്യുന്നുണ്ടാകാം. കാരണം നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കെ നിങ്ങളെ ചിലരെ ഉപദ്രവിച്ചത്, നിങ്ങൾക്കെതിരെ കിംവദന്തികൾ പറഞ്ഞ് പരത്തിയത്, നിങ്ങൾക്കെതിരെ മിഥ്യ അപവാദങ്ങൾ പ്രചരിപ്പിച്ചത്, നിങ്ങൾക്കെതിരെ ആരോപണങ്ങൾ തുരുതുരാ വന്ന് കല്ലേറുകൊണ്ട് പൊളയുന്നത് പോലെ നിങ്ങൾ പൊളയേണ്ടി വന്നത്, പ്രശ്നങ്ങളും പ്രതിസന്ധികളും മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഓരോന്നും നിങ്ങളെ വലയം ചെയ്ത് നിങ്ങളുടെ മുന്നോട്ടുള്ള ഗതി മുട്ടിപ്പോയത്, നിങ്ങൾ എല്ലാ രംഗത്തും ക്യാരക്ടർ അസാസിനേറ്റഡായി, തേജോവധം ചെയ്യപ്പെട്ടവരായി, സ്വഭാവഹത്യ ചെയ്യപ്പെട്ടവരായി നിങ്ങൾ വലഞ്ഞത്, ഇതെല്ലാം നിങ്ങൾക്ക് ഓർമ്മ കാണും. ദൈവത്തിന് സ്തോത്രം. അത് ഓരോന്നും ഓർത്ത് നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ പക്ഷേ വിതുമ്പുന്നുണ്ടാകും. പക്ഷേ പ്രവാചകന് ആരോടും പരാതിയില്ല, ആരോടും പിണക്കമില്ല, ആരോടും പരിഭവമില്ല, ആരോടും യാതൊരു തരത്തിലൊരു പെറുവിറുപ്പുമില്ല. പക്ഷേ പ്രവാചകൻ ഒന്നേ ചെയ്യുന്നുള്ളൂ, കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു, ഞാൻ നിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്നു. കർത്താവേ, കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ ഒരു പക്ഷി എന്ന പോലെ എന്നെ വേട്ടയാടിയിരിക്കുന്നു. ഒരു പക്ഷിയെ വേട്ടയാടി പിടിക്കാൻ നായാട്ടുകാരൻ വരുന്നതുപോലെ അനേകരെന്നെ വേട്ടയാടിക്കൊണ്ടതിന് പിന്നാലെ വരുന്നു. കർത്താവേ, നീ എന്നെ രക്ഷിക്കണമേ. കുടുംബത്തിൽ എതിർപ്പുകൾ നേരിടുന്നവരുണ്ട്. സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും മിഥ്യ അപവാദങ്ങളും ഏറ്റ് വലയുന്നവരുണ്ട്. സ്വന്തം ഭാര്യ ഒറ്റപ്പെടുത്തി ഉള്ളുനൊന്ത് വലഞ്ഞ് കേണ് കഴിയുന്നവരുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ പരിലാളനം ലഭിക്കാതെ, സ്നേഹത്തിൻ്റെ ഒരു ചെറിയ വാക്ക് ലഭിക്കാതെ ആർത്തി പൂണ്ട് ഒരു സ്നേഹത്തിന് വേണ്ടി കൊതി പൂണ്ട് യാചിച്ചിട്ടും കിട്ടാതെ അഴലുന്നവരുണ്ട്. മക്കളുടെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിട്ട് കിട്ടാത്തവരുണ്ട്. എല്ലാവരിൽ നിന്നും എതിർപ്പുകൾ നേരിട്ട് മനസ്സ് ഉലഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിരിമുറുക്കത്തിൽ, ടെൻഷനിൽ, ജീവിതമാകെ കൺഫ്യൂഷനിലായി വലയുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ അറിയുക, എക്കാലത്തും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം കൂടാതെ എനിക്ക് ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷി എന്ന പോലെ വേട്ടയാടിയിരിക്കുന്നു. എന്നാൽ പ്രവാചകന് വഴക്കില്ല, പ്രവാചകൻ ആരോടും പരിഭവമില്ല.
എല്ലാം സന്തോഷത്തോടെ പുഞ്ചിരിയോടെ ഏറ്റുവാങ്ങി പ്രവാചകൻ ഒന്നേ ചെയ്തുള്ളൂ, കർത്താവേ, എന്നെ വേട്ടയാടുന്നവരുടെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കണമേ, എന്നെ തള്ളിയിട്ടിരിക്കുന്ന കുണ്ടറയുടെ ആഴത്തിൽ നീ എന്നെ ഒന്ന് ഉദ്ധരിക്കണമേ, ഈ കൽത്തുറുങ്കിൻ്റെ ഭീകരമായ ബന്ധനത്തിൽ നിന്ന് എനിക്ക് നീ ഒരു മോചനം തരണമേ, എനിക്ക് ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരി കാണാൻ, സ്വാതന്ത്ര്യത്തിൻ്റെ പൊന്നുഷസ് കാണാൻ എനിക്കൊരു പ്രകാശത്തിൻ്റെ തിരളിമ തരണമേ, നാഥ നീ എന്നെ അനുഗ്രഹിക്കണമേ. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും അതേ ചെയ്യാനുള്ളൂ. കാരണം കൂടാതെ എനിക്ക് ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷി എന്ന പോലെ വേട്ടയാടിയിരിക്കുന്നു എന്ന് പറയുവാനുള്ള വക നമുക്കുണ്ടോ? പക്ഷേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ചില കാരണങ്ങളെല്ലാം നമ്മിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ പെരുമാറ്റങ്ങളിൽ ചില ദൂഷ്യങ്ങൾ വന്നിട്ടുണ്ട്, നമ്മുടെ പ്രകൃതങ്ങളിൽ ചില പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ വാക്കുകളിൽ ചില പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൻ്റെ അനേകം പ്രവൃത്തികളിൽ ഘോരമായ പാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, യെരമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 52-ാം വാക്യത്തിൽ പ്രവാചകൻ പറയുന്നത് പോലെ, കാരണം കൂടാതെ എനിക്ക് ശത്രുക്കളായവർ ഒരു പക്ഷി എന്ന പോലെ തന്നെ വേട്ടയാടിയിരിക്കുന്നെന്ന് മുഴുവൻ പറയാൻ നമുക്ക് സാധ്യമല്ല. നമുക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട്. നാം ഇന്ന് നേരിടുന്നതായ പല പ്രശ്നങ്ങളും നമ്മുടെ തന്നെ തെറ്റിൻ്റെ അതിൻ്റെ പ്രതികരണങ്ങളാണ്, അതിൻ്റെ ഇന്നെവിറ്റബിൾ റിയാക്ഷൻസാണ്, അതിൻ്റെ അനിരോധ്യമായ, അതിനെ തടുക്കാനാവാത്ത, ഒഴിച്ചുകൂടാനാവാത്ത, നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ, ഇന്നെവിറ്റബിളായി വരുന്നതായ, അനിവാര്യമായി വരുന്നതായ ചില റിയാക്ഷൻസ്, ചില പ്രതിപ്രവർത്തനങ്ങൾ, ചില റെപ്പർക്കഷൻസ്, അതാണ് ഇന്ന് നമ്മെ വലയം ചെയ്യുന്നത്. നാം ആരും കുറ്റമറ്റവരല്ല. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, പാകപ്പിഴകൾ നമുക്ക് വന്നിട്ടുണ്ട്, നമ്മുടെ പെരുമാറ്റങ്ങളിൽ പലതിലും നമുക്ക് ഇനിയും തിരുത്താനുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ മാലിന്യങ്ങളുണ്ട്, നമ്മുടെ ചിന്തയിൽ അശുദ്ധി വ്യാപരിച്ചിട്ടുണ്ട്, നമ്മുടെ വികാരത്തിലും വിചാരത്തിലും തെറ്റുകളുണ്ട്, നമ്മുടെ മോഹങ്ങളിലും ആഗ്രഹങ്ങളിലും ദൈവം വ്യസനിക്കുന്നവ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, ഹൃദയം കാണും ദൈവം വ്യസനിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവാചകനെ പോലെ പറയാൻ നമുക്ക് കഴിവില്ല, യിരെമ്യാ പ്രവാചകനെ പോലെ പറയാൻ നമുക്ക് യോഗ്യതയില്ല. പക്ഷേ നമുക്ക് പറയാം, ദാവീദിനെ പോലെ പറയാം. ദാവീദ് എന്താണ് പറഞ്ഞത്? എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ ശരണം പ്രാപിക്കുന്നു, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. എന്നെ വേട്ടയാടുന്നവരുണ്ട്, തക്ക കാരണമുണ്ട് കർത്താവേ. തെറ്റുകൾ എനിക്ക് വന്നുപോയി. എൻ്റെ തെറ്റുകളുടെ അപ്രതിരോധ്യമായ, അനുപേക്ഷണീയമായ, അനിരോധ്യമായ, അനിവാര്യമായ ദുഷ്ഫലങ്ങൾ ഞാനിതാ നേരിടുകയാണ്. എനിക്ക് ഒഴിവാക്കാൻ പാടില്ലാത്ത തിരിച്ചടികൾ ഞാൻ നേരിടുകയാണ്. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ല, എനിക്കവയെ തടുക്കാൻ സാധിക്കുന്നില്ല, എനിക്കവയെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ല. തിരിച്ചടികളെ ഞാൻ നേരിടുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ എനിക്ക് സംഭവിച്ചു പോയി. എൻ്റെ പാപം മൂലം, എൻ്റെ തെറ്റുകൾ മൂലം, എൻ്റെ ജീവിതത്തിലെ ദുഷ്കൃതികൾ മൂലം, എൻ്റെ ജീവിതത്തിലെ തിന്മയുടെ വശങ്ങൾ മൂലം എനിക്ക് ഇന്ന് തിരിച്ചടികൾ നേരിടുകയാണ്. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. ഇസ്രായേലിൻ്റെ മധുരഗായകൻ കരയുകയാണ്. ഇസ്രായേലിൻ്റെ അനുഗ്രഹീത ദീർഘദർശി വിലപിക്കുകയാണ്. എന്തിന് ദാവീദ് കരയണം? ദാവീദിന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏങ്ങലടിക്കുവാൻ വിഷയങ്ങളുണ്ട്. ദാവീദിന് തിരിഞ്ഞു നോക്കുമ്പോൾ അനുദപിക്കാൻ കാര്യങ്ങളുണ്ട്. ദാവീദിന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കാൻ വിഷയങ്ങളുണ്ട്. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കരയാനേ ഉള്ളൂ, ലജ്ജിക്കാനേ ഉള്ളൂ, അനുദപിക്കാനേ ഉള്ളൂ. അനേകം തെറ്റുകൾ ജീവിതത്തിൽ വന്നുപോയി. വരേണ്ടതായിരുന്നില്ല, വരരുതായിരുന്നു. കാരണം നന്മയാണ് ദൈവം ചെയ്തത്. നിസ്സാരതയിലും ദൈവം പൊക്കിയെടുത്തതാണ്, ഒന്നുമില്ലായ്മയിലും ദൈവം വളർത്തിയെടുത്തതാണ്. സകലരാൽ ഉപേക്ഷിക്കപ്പെട്ടവനെ സ്വർഗം കണ്ട്, സ്വർഗം തിരഞ്ഞെടുത്ത്, സ്വർഗം ഉദ്ധരിച്ച്, സ്വർഗം ഉയർത്തിയതാണ്. നന്ദിയോടെ നിന്നാൽ മതിയായിരുന്നു. ദാവീദിന് നന്ദി ഉണ്ടായിരുന്നു താനും.
ദാവീദിന് നന്ദി ഉണ്ടായിരുന്നു. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകത്തിൽ നാം അത് കാണുന്നുണ്ട്. തന്നെയല്ല, ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിലൊക്കെയും അത് നാം കാണുന്നുണ്ട്. ദാവീദിന് നന്ദി ഉണ്ടായിരുന്നു. ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നന്ദി കൊണ്ട് ദാവീദിൻ്റെ ഉള്ളം നിറഞ്ഞിരുന്നു. ദൈവത്തെ മതിമറന്ന് സ്തുതിച്ചിരുന്നു. പക്ഷേ പിന്നീട് പാപം വന്നു. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. 18-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണും, കർത്താവായ യഹോവേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനാര്? എൻ്റെ ഗ്രഹവും എന്തുള്ളൂ? കർത്താവായ യഹോവേ, ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയൻ്റെ ഗ്രഹത്തെക്കുറിച്ചും നീ അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യഹോവേ, ഇത് മനുഷ്യർക്ക് ഉപദേശമല്ലോ. ദാവീദിന് നിന്നോടെന്ത് പറയേണ്ടു? കർത്താവായ യഹോവേ, നീ അടിയനെ അറിയുന്നു. നിന്റെ വചനം നിമിത്തവും നിന്റെ പ്രസാദ പ്രകാരവുമല്ലോ നീ വൻകാര്യമൊക്കെയും ചെയ്ത് അടിയനെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവായ യഹോവേ, നീ വലിയവനാകുന്നു. നിന്നെപ്പോലെ ഒരുത്തനുമില്ല. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ നീ അല്ലാതെ ഒരു ദൈവവുമില്ല. നിനക്ക് ജനമായി വീണ്ടെടുപ്പാനും നിനക്കൊരു നാമം സമ്പാദിപ്പാനും നീ ചെന്നിരിക്കുന്ന നിന്റെ ജനമായി ഇസ്രായേലിന് തുല്യമായി ഭൂമിയിൽ ഏതൊരു ജാതിയുള്ളൂ? ദൈവമേ, നീ മിസ്രയീമിൽ നിന്നും ജാതികളുടെയും അവരുടെ ദേവന്മാരുടെയും കൈവശത്തു നിന്നും നിനക്കായി വീണ്ടെടുത്തിരിക്കുന്ന നിന്റെ ജനം കാണുകെ അവർക്ക് വേണ്ടി വൻകാര്യവും അവരുടെ ദേശത്തിന് വേണ്ടി ഭയങ്കര കാര്യങ്ങളും പ്രവർത്തിച്ചുവല്ലോ. നിന്റെ ജനമായി ഇസ്രായേലിന് നിനക്ക് എന്നേക്കും ജനമായിരിക്കാൻ നീ നിനക്കായി സ്ഥിരപ്പെടുത്തി. യഹോവേ, നീ അവർക്ക് ദൈവമായി തീർന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദാവീദ് ദൈവസന്നിധിയിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തോട് നന്ദിയുണ്ട്, ദൈവത്തോട് കടപ്പാടുണ്ട്. ദൈവം എന്നെ ഉയർത്തിയെന്ന സാക്ഷാലുള്ള സുബോധമുണ്ട്. ദൈവം എന്നെ ഉയർത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്നീ കൊട്ടാരക്കെട്ടിൽ വസിക്കുന്നത്. ദാവീദിനറിയാം. ആ ആടുകളെ നോക്കിക്കൊണ്ട്, ആടുകളെ മേയിച്ചുകൊണ്ട് ആ മലഞ്ചെരുവിയിലൂടെ നടന്നപ്പോൾ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ടു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഗവനിക്കാതിരുന്നപ്പോൾ, എന്നെ എൻ്റെ സഹോദരന്മാർ മാനിക്കാതിരുന്നപ്പോൾ, ആർക്കും വിലയില്ലാതിരുന്നപ്പോൾ എന്നെ ആടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്ന് രാജകീയ സിംഹാസനത്തിൽ ദൈവം ഇരുത്തി. എൻ്റെ കയ്യിൽ പൊൻചെങ്കോൽ പിടിപ്പിച്ചു. രാജകീയ പരമാധികാരത്തിന് ചെങ്കോൽ ഏന്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഞാനോ നിസ്സാരനായിരുന്നു, ഞാൻ വിലകെട്ടവനായിരുന്നു, വീട്ടിലും നാട്ടിലും വിലയില്ലാത്തവനായിരുന്നു, അഡ്രസ് ഇല്ലാത്തവനായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവമേ, നീ എനിക്കൊരു അഡ്രസ്സ് തന്നു. ഇസ്രായേലിൻ്റെ മധുരഗായകനെന്നും യഹോവയുടെ ദീർഘദർശിയെന്നും ഇസ്രായേലിൻ്റെ പ്രിയപ്പെട്ട രാജാവെന്നും എനിക്ക് പദവികൾ തന്നു, പ്രതാപങ്ങൾ തന്നു. ദൈവമേ, യഹോവേ, നീ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? ദാവീദിന് നന്ദിയുള്ളൊരു കാലമുണ്ടായിരുന്നു, നന്ദിയുണ്ടായിരുന്നു. ദൈവത്തെ സ്തുതിച്ചിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ തിരിഞ്ഞു നോക്കൂ. നന്ദി നിങ്ങൾക്കുണ്ടോ? ദൈവം നിങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് നന്ദിയുണ്ടോ? മകനെ, നിന്റെ കുടുംബം നോക്കിയാൽ നിനക്ക് ഇന്നിരിക്കുന്ന സ്ഥാനത്തെത്തുവാൻ യോഗ്യതയുണ്ടോ? മകളെ, നിന്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം നോക്കിയാൽ, നിന്റെ മാതാപിതാക്കളുടെ ചുറ്റുപാട് നോക്കിയാൽ ഇന്നത്തെ സ്ഥിതിയിലെത്തുവാൻ നിനക്ക് എന്തെങ്കിലും വകയുണ്ടോ? പാരമ്പര്യമായി എത്രയോ ശാപങ്ങളുള്ള കുടുംബത്തിൽ നിന്നാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ ഉദ്ധരിച്ച് ഉയർത്തിയത്. പാരമ്പര്യമായി എന്തെന്ത് കെടുതികളും കേടുകളുമുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് സ്വർഗത്തിലെ ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തിയത്. നിന്റെ പാകപ്പിഴകൾ കർത്താവ് മാറ്റിയില്ലേ? നിന്റെ പാപം ദൈവം മാറ്റിയില്ലേ? ഇന്ന് നിനക്ക് അന്തസ്സായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കിയില്ലേ? ഇന്ന് സമാധാനത്തിൻ്റെ ഒരു നല്ല അന്തരീക്ഷം ദൈവം നിനക്ക് തന്നില്ലേ? ഇന്ന് നിനക്ക് നല്ലൊരു കുടുംബജീവിതം തന്നില്ലേ? സമാധാനമുള്ള ജീവിതം എന്താ എന്ന് രുചിക്കുവാനും രുചിപ്പിക്കുവാനുള്ള ഭാഗതയും നിന്റെ മേൽ ദൈവം പരമേൽപ്പിച്ചില്ലേ? ദൈവ പൈതലേ, തിരിഞ്ഞു നോക്കൂ. നിന്റെ മക്കൾ മൂലം നിനക്ക് അഭിമാനിക്കാൻ വകകൾ കിട്ടുന്നില്ലേ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നും നിന്നെ സ്നേഹത്തോടെ പരിലാളനയോടെ നിന്നെ പരിചരിക്കുന്നില്ലേ? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് അനുഗ്രഹവും സ്നേഹവും സന്തോഷവും മാധുര്യവും നിനക്ക് നിരന്തരം ലഭിക്കുന്നില്ലേ? എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം നന്ദിയുള്ളവരാണോ? ദൈവത്തോട് നന്ദിയുള്ളവരാകുവീൻ. ദൈവത്തോടുള്ള നന്ദിയിൽ നിന്ന് ഉറന്നു വരുന്നതാണ് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും. നിത്യനായ ദൈവത്തോടുള്ള നന്ദിയിൽ നിന്ന് അത് ഉറന്നു വരേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, നാം കേട്ടിട്ടുണ്ട്, നാം ധ്യാനിക്കുന്നുണ്ട്, നാം ഉരുവിടുന്നുണ്ട്, നാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കയറ്റുവാൻ
ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നു. അതിനുള്ള മഹാഭാഗ്യവും ഭാഗധേയവും അതിനുള്ള യോഗ്യതയും അതിനുള്ള കരുത്തും അതല്ലയോ ദൈവം നമുക്ക് ദാനം തന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം ഇത് മറന്ന് നാം ദൈവികമായ കൃപയുടെ അനവദ്യമോഹനമായ ആ അനുഗ്രഹങ്ങളെ മറന്നിട്ട് നാം ഇന്ന് പാപത്തിന് ചെളിക്കുഴിയിലേക്ക് നീങ്ങുകയല്ലേ? നാം സുബോധമില്ലാത്തവരെ പോലെ പാപത്തിലേക്ക് ഇറങ്ങി പോവുകയല്ലേ? നാം സുബോധമില്ലാത്തവരെ പോലെ തിന്മയുടെ പങ്കാളികളായി തീരുകയല്ലേ? നോക്കൂ, ദാവീദിന് തെറ്റുകൾ പറ്റി നന്ദിയുള്ള കാലം ഉണ്ടായിരുന്നു. 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഈ ദാവീദ് ഇങ്ങനെ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് കീർത്തനം പാടിയെങ്കിലും ഏതാനും അധ്യായങ്ങൾ കഴിഞ്ഞു. 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കേവലം 4 അധ്യായം കഴിഞ്ഞ് 7-ാം അധ്യായം കഴിഞ്ഞ് 4 അധ്യായം തീരുമ്പോൾ 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം ദാവീദിനെ കാണുന്നത് ഘോരമായ വീഴ്ചയിലേക്കാണ്. ദാവീദ് പ്രതാപശാലിയായി, ദാവീദ് വീരശൂര പരാക്രമിയായി, ദാവീദിന് സൈന്യ സന്നാഹങ്ങളുണ്ടായി, ദാവീദിന് അനേക സേവക വൃന്ദങ്ങളുണ്ടായി, ചൊൽപ്പടിക്ക് നിൽക്കാൻ എന്തും അനുസരിക്കാൻ തയ്യാറായി അനേകം ഭൃത്യന്മാര്. ദാവീദിന് കൊട്ടാരക്കെട്ടുകളുണ്ടായി, ദാവീദിന് അന്തഃപുരങ്ങളുണ്ടായി, ദാവീദിന് കരുത്തരായ മക്കളുണ്ടായി, ദാവീദിന് ഓജസ്സും തേജസ്സുമുള്ള സാഹചര്യ തികവുകളുണ്ടായി, എല്ലാം നിറപടിയായി ദാവീദിനുണ്ടായി. അപ്പോൾ അവൻ്റെ ഹൃദയം ദൈവത്തോടുള്ള നന്ദിയിൽ നിന്ന് പിന്മാറി. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് വേദനാകരമായൊരു അനുഭവമാണ്. ദൈവം അനുഗ്രഹങ്ങൾ തരുമ്പോൾ ദൈവത്തോടുള്ള നന്ദിയിൽ വളരേണ്ടതിന് പകരം ഇതാ താണ് പോവുകയാണ്. കഞ്ഞി കുടിക്കാൻ വക കിട്ടിയപ്പോൾ ദൈവത്തെ മറക്കുന്നവരുണ്ട്. ജോലി ഇല്ലാതിരുന്നപ്പോൾ ദൈവമേ ഒരു ജോലി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ജോലി കിട്ടിയപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്നവരുണ്ട്. വിവാഹം നടക്കാതെ വലഞ്ഞിരുന്നപ്പോൾ, വിവാഹം നടക്കാതെ ഭാരപ്പെട്ടിരുന്നപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് കരഞ്ഞ് ദൈവത്തോട് നിലവിളിച്ച് വിനീതരായി നിന്നവർ, ഒരു വിവാഹം നടന്നു, ഒരു നല്ല ഭർത്താവിനെ കിട്ടി, അല്ല ഒരു നല്ല ഭാര്യയെ കിട്ടി, അതോടെ ദൈവത്തെ മറന്ന് ജഡത്തിൻ്റെ ഉല്ലാസങ്ങളിലേക്കും ജഡിക മോഹങ്ങളുടെ കുത്തൊഴുക്കിലേക്കും ഇതാ ജീവിതം നഷ്ടപ്പെടുത്തി നശിക്കുന്നവരുണ്ട്. ദൈവത്തെ മറന്നു പോകുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു ഓമന കുഞ്ഞിനെ കിട്ടാൻ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്. എന്നാൽ ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ ദൈവത്തെ മറന്നുപോയവരുണ്ട്, ദൈവ വിചാരം മറന്നുപോയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, കടത്തിൽ മുങ്ങിയിരുന്നപ്പോൾ ദൈവമേ സഹായിക്കണമേ, കടക്കാരൊന്ന് ഞെരുക്കുന്നല്ലോ, എന്താണ് കർത്താവേ ഒരു പോംവഴിയെന്ന് ദൈവത്തോട് ചോദിച്ചവരുണ്ട്. ദൈവത്തിൻ്റെ പ്രിയജനമേ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് പറ്റിയ അപകടങ്ങൾ എവിടെയെന്ന് കാണൂ. നിങ്ങളുടെ കടം ദൈവം തീർത്തു തന്നപ്പോൾ, നിങ്ങൾക്ക് മുന്നോട്ടൊരു ഗതി തന്നപ്പോൾ, നിങ്ങളുടെ മുഖത്തെ നിന്ന ദൈവം തുടച്ചു മാറ്റിയപ്പോൾ, നിങ്ങളുടെ ലജ്ജ ദൈവം നീക്കിയപ്പോൾ നന്ദിയുണ്ടോ പ്രിയരെ? ആ നന്ദിയിൽ നിറഞ്ഞ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നുണ്ടോ? സ്നേഹിതരെ, വീണ്ടും ഞാൻ അല്പം കൂടി ആഴത്തിലേക്ക് നീങ്ങി പറയട്ടെ. ജീവിതത്തിൽ എന്നും പാപങ്ങളുടെ അടിമയായി ജീവിച്ചു, എന്നും മദ്യപാനവും, എന്നും അഴുക്ക് ബന്ധങ്ങളും, എന്നും അശുദ്ധ ജീവിതവും, എന്നും വൃത്തികെട്ട ജീവിതവുമായി വലഞ്ഞ് കഴിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് പാപത്തിൻ്റെ മേലൊരു ജയം കിട്ടി. ഇന്ന് ആത്മീയമായി ചിലതെല്ലാം മനസ്സിലായി. വേദപുസ്തകത്തിൽ സാമാന്യമായൊരു ജ്ഞാനം കിട്ടി. ദൈവത്തിന് തിരുവചനം പറയാൻ ഒരു കൃപ കിട്ടി. ദൈവത്തെ മറന്നുപോയവരില്ലേ? ദൈവത്തിൻ്റെ വചന ശുശ്രൂഷ ചെയ്യുന്നവര്, ദൈവത്തിൻ്റെ വേലക്കാര്, ദൈവത്തെ മറന്ന് വീണ്ടും ജഡത്തിലേക്ക് ഇറങ്ങിപ്പോയവരില്ലേ? പിന്മാറിപ്പോയവരില്ലേ? ദൈവ വിരോധികളായി തീർന്നവരില്ലേ? പാപത്തിൻ്റെ അഴുക്കുകാലുകളിലേക്ക് പോയവരില്ലേ? പ്രിയരെ, ചിന്തിപ്പീൻ. ദൈവത്തോട് നന്ദിയുള്ളവരാകുവീൻ, ദൈവത്തോട് കടപ്പാടുള്ളവരാകുവീൻ, ദൈവത്തോട് സ്നേഹമുള്ളവരാകുവീൻ, ദൈവസന്നിധിയിൽ വിനയമുള്ളവരാകുവീൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവരാകുവീൻ, സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം അർപ്പിക്കുന്നവരാകുവീൻ. എല്ലാം ദൈവമേ നിന്റെ ദാനം, എല്ലാം ദാനം എന്നറിയണം. എല്ലാം ദാനം, എല്ലാം ദൈവത്തിൻ്റെ ദാനം, എല്ലാം അവിടുത്തെ കൃപ. ദൈവത്തിന് സ്തോത്രം. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? സഖരിയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ദൈവത്തിന് സ്തോത്രം. സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആര്? സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ മഹാപർവ്വതം പോലെ വിഘ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നു. ഗവർണറായ സെരുബ്ബാബേലിൻ്റെ മുമ്പിൽ വലിയ കുന്നുകൾ പോലെ, ഗിരിശൃംഗങ്ങൾ പോലെ തടസ്സങ്ങൾ നിൽക്കുന്നു. ആലയം പണി നടക്കുന്നില്ല. എന്തിനു വേണ്ടി അവിടം വരെ വന്നുവോ? ആ യഹൂദ്യ ദേശത്തേക്ക് എന്തിനു വേണ്ടി വന്നുവോ? യെരൂശലേം നഗര പ്രാന്തങ്ങളിൽ എന്തിനു വേണ്ടി വന്നുവോ? ആ ഉദ്ദേശം നിവർത്തിക്കപ്പെടുന്നില്ല. അയ്യോ, തടസ്സങ്ങൾ. അപ്പോഴാണ് പറഞ്ഞത് കൃപ. അതെല്ലാം സമഭൂമിയാക്കി ദൈവം കൊടുത്തു. തടസ്സങ്ങളെല്ലാം, ഗിരിശൃംഗങ്ങളെല്ലാം ഉടച്ചു കളഞ്ഞു. ഉയർന്ന തടസ്സങ്ങളെല്ലാം താഴെയാക്കി, എല്ലാം നിരപ്പാക്കി തന്നു. മകനെ, കുന്നു കയറണ്ട,
നിനക്ക് മുന്നോട്ട് പോകാൻ സുഗമമായ പാതകൾ ഒരുക്കി തന്നു. കർത്താവേ, എൻ്റെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ക്ഷമിച്ചു തന്നത് കൃപ, എൻ്റെ നിഷ്ഠൂര പ്രകൃതി മാറ്റിയത് കൃപ, എനിക്ക് സുബോധം തന്നത് കൃപ, എനിക്ക് വെളിവ് തന്നത് കൃപ, എനിക്ക് ഇന്ന് 4 അക്ഷരം വായിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൃപ. എൻ്റെ കർത്താവേ, ഇന്നെനിക്ക് ദൈവമേ മനുഷ്യരുടെ മുമ്പിൽ ഒന്ന് തല നിവർത്തി നിൽക്കാൻ ഇടയാക്കിയത് കൃപ. കർത്താവേ, എന്നും തല താഴ്ത്തി നടന്ന എന്നെ, എന്നും തല കുമ്പിട്ട് നടന്ന എന്നെ ഇന്ന് തല ഉയർത്താൻ എനിക്ക് ഇടയായത് നിൻ്റെ കൃപ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവം മാറാ രോഗമായി വലഞ്ഞിരുന്ന കുടുംബത്തിൽ രോഗബാധ മാറ്റിയത് കൃപ. എന്നും രോഗം, ഒന്നു മാറി രോഗം. എൻ്റെ കർത്താവേ, നീ തന്ന കൃപ. കരുണയുള്ള കർത്താവേ, എനിക്ക് എൻ്റെ ദൈവമേ കടത്തിൽ ഭാരപ്പെട്ട് വീർപ്പുമുട്ടിയിരുന്ന എനിക്ക്, ശ്വാസം മുട്ടലോടെ വിതുമ്പിയിരുന്ന എനിക്ക് കർത്താവേ കടഭാരം മാറ്റിത്തന്നതിൻ്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. അനേകം പാപത്തിൻ്റെ ദുശ്ശീലങ്ങൾ എന്നെ വലയം ചെയ്തിരുന്നു, എന്നെ കുരുക്കിയിട്ടിരുന്നു. കുരുക്കുകൾ അഴിച്ചു തന്നത് കൃപ. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചനം തന്നത് കൃപ. ദൈവവൈതലേ, നിനക്ക് ദൈവത്തോട് നന്ദി പറയാൻ വകയുണ്ടോ? നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ വകയുണ്ടോ? ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ ഏൽപ്പിക്കാൻ വകയുണ്ടോ? ദൈവത്തിന് മഹത്വം കരയറ്റാൻ വകയുണ്ടോ? എങ്കിൽ സ്തുതിപ്പീൻ. ദാവീദിനെ സ്തുതിക്കാൻ വകയുണ്ട്. ദാവീദിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. ദാവീദിന് ദൈവത്തെ ആർപ്പോടെ, ആനന്ദത്തോടെ, ആഘോഷത്തോടെ, ആരവാരത്തോടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും കരയറ്റുവാൻ ദാവീദിന് വകയുണ്ട്. എന്നാൽ ദാവീദ് പിന്നെയും തെറ്റിലേക്ക് പോയി. എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം, ഒരു പുതിയ തീരുമാനം നമുക്ക് എടുക്കാം. യേശുവേ, കഴിഞ്ഞ കാലങ്ങൾ എന്നോട് ഓർക്കല്ലേ, കഴിഞ്ഞ കാലങ്ങൾ എന്നോട് കണക്കിടല്ലേ, എൻ്റെ മേൽ കണക്കിടല്ലേ, കഴിഞ്ഞ കാല പാവങ്ങൾ എന്നോട് ഓർക്കല്ലേ. എൻ്റെ ജീവിതത്തെ കഴുകണമേ, എന്നെ വെടിപ്പാക്കണമേ, ഒരു വിശുദ്ധ ജീവിതത്തിന് എന്നെ ഒരുക്കണമേ. എന്നെ ശാപങ്ങളും പാപങ്ങളും മാറ്റി എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മെ തന്നെ സമർപ്പിക്കാം. സ്നേഹവാനേ, കാരുണ്യവാനേ, അതിമനോഹരമായ ഈ സമയത്തിനായി സ്തോത്രം. അവിടുത്തെ കരുണയൂർന്ന വചനങ്ങൾക്കായി സ്തോത്രം. തേനോലുന്ന ശബ്ദത്തിനായി സ്തോത്രം. നാഥ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തെ കാണിച്ചു തരുന്നതിനായി സ്തോത്രം. നന്ദി കെട്ട ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാഴ്ചപ്പാട് തരുവാൻ അവിടുത്തെ ആത്മാവ് വ്യാപരിക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലവിടെ കൃപ പകരണമേ കർത്താവേ. അവിടുത്തെ അത്ഭുത കൃപ വ്യാപരിക്കണമേ കർത്താവേ. എല്ലാവർക്കും കുറ്റബോധം നൽകണമേ, എല്ലാവർക്കും നന്ദിയുള്ള ഹൃദയം നൽകണമേ, സ്നേഹിപ്പാനുള്ള മനസ്സ് നൽകണമേ, പുതു സൃഷ്ടികളാക്കി മാറ്റണമേ. യേശുക്രിസ്തുവിന്റെ തിരുരക്തത്താലുള്ള വീണ്ടെടുപ്പിന്റെ അത്ഭുത ശക്തി ഓരോരുത്തർക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. മഹത്വം രാജാധിരാജൻ മാത്രം എടുക്കണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.